ഷിജിൻഡോ ജോൺ, ശരി, ഇത് കേവല സുവർണാവസരത്തിന്റെ വിനിയോഗം മാത്രമാണോ പ്രതിപക്ഷം നടത്തുന്നത്? ഇപ്പോൾ ഇന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ശബരിമല ദ്വാരപാലകന്മാരെ വിറ്റുവെന്ന്. നിരന്തരം പ്രതിപക്ഷം പറയുന്നു 1 കോടീശ്വരന് ശബരിമല ദ്വാരപാലകരെ വിറ്റിട്ടുണ്ട് എന്ന്. ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഏതെങ്കിലും കോടീശ്വരന്മാർക്ക് വിറ്റതായുള്ള ഇൻഫർമേഷൻ ഇല്ല. മറിച്ച് ഇത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയി ഈ കടത്തിക്കൊണ്ടുപോയ സ്വർണം ഏതെങ്കിലും 1 കോടീശ്വരന് കൊടുത്തിട്ട് ആ കോടീശ്വരന്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് എന്ന ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് SITക്ക് പാസ് ചെയ്തൂടെ? അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറഞ്ഞൂടെ? അഭിലാഷേ, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ ആർഷ ചോദിക്കുന്നത്, അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ആർഷ ചോദിക്കുന്നത് എന്തുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ എന്ന്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല, കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയിൽ നിന്നൊരു കത്തെഴുതി വാങ്ങിയിട്ട് പിണറായി വിജയൻ CBI അന്വേഷണത്തിന് വിട്ടല്ലോ. അപ്പൊ പിണറായി വിജയൻ വിശ്വാസതയുണ്ടല്ലോ CBIനെ, അല്ലേ? ഇനി രണ്ടാമത്തത്, ഞങ്ങൾ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ അങ്ങ് വല്ലാത്ത വിശ്വാസ്യത ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇത് ഈ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇതിന്റെ ക്രയവിക്രയം നടന്നിട്ടുണ്ട്. ഹൈദരാബാദ് പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ സ്വർണ്ണപ്പാളിയും ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് പണം വാങ്ങിയിട്ടുണ്ട്. ഇത് പല സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപാടായതുകൊണ്ട് അതിനൊരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. അതിന്റെ കൂടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആർഷോ അവസാന ഭാഗം കേൾക്കാതിരുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത്, കോൺഗ്രസിന്റെ ആരൊക്കെയോ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടെന്ന്. ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമോ? പിടിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഏതെങ്കിലും INTUC ഉദ്യോഗസ്ഥർ നേതാക്കന്മാർ ഇതിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ, പിടിക്കുന്നേ INTUCക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ 6 വർഷക്കാലം അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത്? INTUCക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? INTUCക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അമ്പലക്കള്ളന്മാരുടെ ഈ രഹസ്യം മുഴുവൻ മൂടി വെച്ചത്? അടുത്ത് താങ്കൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന്. എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്ത. ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കുറവാണ്. അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല, ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം കുറവാണ്. ഏത് വകുപ്പെടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക്. എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ 1-ാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും. നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ നിങ്ങളുടെ ബോർഡും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഒക്കെ എന്ത് നോക്കിയിരിക്കായിരുന്നു? ഭക്തർ കാണിക്കയിടുന്ന കാണിക്കപ്പണത്തിൽ കണ്ണ് നട്ടിരിക്കാതെ അവിടെ കളവ് നടക്കുന്നത് നോക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അതല്ലേ ചെയ്യേണ്ടത്? ഉത്തരവാദിത്തം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്? ഒരു രാഷ്ട്രീയ ഭരണം എന്താണ്? രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനിരിക്കുന്നതാ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പോരെ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ്, ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ്, ഞങ്ങളൊക്കെ വെറും കൊഞ്ഞാണന്മാരാണ് എന്ന് CPM പറയണം. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു തരും. അടുത്തത്, നിലവിലെ മന്ത്രിക്കും നിലവിലെ ബോർഡ് പ്രസിഡന്റിനും എന്താണ് ഉത്തരവാദിത്തമെന്ന്. നിലവിലെ ബോർഡ് പ്രസിഡന്റും നിലവിലെ മന്ത്രിയും അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് മൂടിവെച്ചത്. 6 വർഷം മുമ്പ് നടന്ന ഈ അമ്പലക്കൊള്ള മൂടി വെച്ചിട്ട് വീണ്ടും ഇതേ വർഷം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും അവിടെ നിന്ന് ഇതെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ അവസരം കൊടുത്തത് ആരാ? ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റും നിലവിലെ മന്ത്രിയും അല്ലേ? നിങ്ങൾ ആരും ഇത് അറിഞ്ഞില്ലെങ്കിൽ, ഈ എഴുതി വെച്ചിരിക്കുന്ന രേഖകൾ വായിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് വിശ്വാസികളുടെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുൻപ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? കടകംപള്ളി സുരേന്ദ്രനോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? അപ്പൊ അവരെ കേസിൽ പ്രതിയാക്കി അന്വേഷണം നടക്കണം. നിലവിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് മൂടി വെച്ച് സംരക്ഷിച്ച് വീണ്ടും ഈ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത നിലവിലെ ബോർഡ് പ്രസിഡന്റും മന്ത്രിയും രാജിവെച്ചൊഴിയണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലുമുള്ള മിനിമം മര്യാദ ഇല്ലാത്തവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അഭിലാഷേ, ആ 18-ാം പടിയുടെ ആ പടികൾ നമ്മളൊന്ന് എണ്ണി നോക്കണം. ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം. കാരണം അയ്യപ്പന്റെ ആ ശാസ്താ ക്ഷേത്രത്തിന്റെ അടിക്കെട്ടിൽ ഇവർ JCBക്ക് ചങ്ങലയിട്ട് വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കാവലിരിക്കണം. അത് ഭക്തരുടെ ഉത്തരവാദിത്തമായി മാറി. കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സകലമാന മേഖലയിലും കൊള്ളയടിക്കുക, ശാസ്താവിന് കൊടുക്കുന്ന കാണിക്ക വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കള്ളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക. ശരി, അത് രാഷ്ട്രീയമാണ്. പറഞ്ഞോളൂ ശ്രീ ആർഷോ മറുപടി. അഭിലാഷേ, ഈ നിലവിലെ ഈ അമ്പലക്കള്ളന്മാരായിരുന്നു എന്നുള്ളത് കാണിക്കയിൽ കണ്ണു നട്ടിരുന്ന
ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതൊന്നും കേരളത്തിലെ പൊതുസമൂഹം മറന്നു കാണാൻ വേണ്ടി ഇടയില്ല. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനു മുൻപുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ 2006 നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തായിരുന്നു? ഇവരുടെ UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആകെ പിരിച്ചുവിടേണ്ടുന്ന ഒരു നിലയിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു നില ഉണ്ടായിട്ടുള്ളത്? ഇതേ കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നില്ലേ ഈ പറഞ്ഞവർ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള VS ശിവകുമാറിന്റെ സഹോദരനായിട്ടുള്ള VS ജയകുമാറിന്റെ സ്വാധീനത്തില് തീവെട്ടി കൊള്ളയായിരുന്നില്ലേ ഈ പറഞ്ഞ പോലെ ശബരിമല പമ്പയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നടന്നുള്ളത്? 1,87,00,000 രൂപയുടെ പാത്രങ്ങള് വ്യാജ ബില്ലുണ്ടാക്കി വാങ്ങിയത് ഇവരുടെ നേതാവിന്റെ സഹോദരനായിട്ടുള്ള ആളല്ലേ? സമാനമായ നിലയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ തന്നെ നേതാവായിരുന്ന അജയ് തറയില് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ അഴിമതിയുടെ മാലകണക്കെ അഴിമതി കഥകൾ പുറത്തേക്ക് വന്നതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അഴിമതിയുടെ കഥകൾ നമുക്ക് സമാനമാമിതം പറയാൻ വേണ്ടി കഴിയും. ഈ നിലയിൽ ഇവർ അഴിമതിയുടെ കൂത്തരങ്ങാക്കി വെച്ചിരുന്ന ഒരിടത്തെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡുകളുടെ കാലയളവിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അത് ക്ലീനാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അഴിമതി അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9-9.5 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ജിൻഡോ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ. 2016 മുൻപുണ്ടായിരുന്ന കേരളം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ മനുഷ്യര് മറന്നുപോയിട്ടൊന്നുമില്ല. നിങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കാകെ അൽസിമേഴ്സ് ബാധിച്ചു എന്ന ധാരണയിലാണ് ചില കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പൊ പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നിന്ന് ഈ വക വർത്തമാനം പറയുന്നത്. 9.5 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളല്ല, അതിന്റെയും അപ്പുറത്ത് അഴിമതിരഹിത സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളതാണ്. 2016 മുൻപ് സമസ്ത മേഖലകളിലും അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന കേരളത്തെ നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. ഇപ്പൊ ഈ 9.5 വർഷക്കാലത്തിനിടയിൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 2016 മുൻപ് ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അഴിമതി നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ദുരന്തങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം നാട്ടുകാരിൽ നിന്ന് കട്ടുമൊട്ടിച്ചും കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ ആളുകള് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വസ്തുതയെ വക്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നല്ല ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വളരെ സുതാര്യമായ ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SITയുടെ അന്വേഷണത്തെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിൽ കുറ്റക്കാർ കണ്ടെത്തപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന കുറ്റക്കാർക്ക് ഏറ്റവും മാക്സിമം ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. ശരി.